ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് അക്രമം അഴിച്ചുവിട്ട ഗുണ്ടകൾ ഒളിച്ചത് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ. പടിഞ്ഞാറ് നടയിലുള്ള ഹോട്ടൽ തകർത്ത ശേഷം 50ഓളം വരുന്ന ഹർത്താൽ അനുകൂലികൾ കയറിയത് ക്ഷേത്ര മതിൽക്കെട്ടിന് ഉള്ളിലേക്കാണ്. അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്ര പരിസരം കലാപഭൂമിയാക്കി മാറ്റുകയായിരുന്നു CITUവിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമായി. അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്ര പരിസരം സായുധ പോലീസ് സംഘം കാവലൊരുക്കുന്ന ഗുരുഭവനപുരി. ഈ ക്ഷേത്ര പരിസരം കലാപഭൂമിയാക്കി മാറ്റുകയായിരുന്നു ഹർത്താലിന്റെ മറവിലൂടെ CITU ഗുണ്ടകൾ ലക്ഷ്യമിട്ടത്. പടിഞ്ഞാറേ നടയിലെ ഹോട്ടൽ അടിച്ചു തകർത്ത ശേഷം ഗുണ്ടകൾ ഓടി മറഞ്ഞത് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലേക്കാണ്. അതും സായുധ പോലീസ് സംഘത്തിന്റെ മുന്നിലൂടെ തന്നെ. നോക്കി നിൽക്കാനല്ലാതെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും പോലീസിന് സാധിച്ചില്ല. CITU നേതാവായിട്ടുള്ള അനീഷിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടകളാണ് ഗുരുവായൂർ പരിസരത്ത് അക്രമം അഴിച്ചുവിട്ടത്. അക്രമികൾ ഗുരുവായൂർ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ കടന്നത് സുരക്ഷാ വീഴ്ചയാണെന്നും സംഭവത്തിൽ കർശന നടപടി വേണമെന്നും BJP ആവശ്യപ്പെട്ടു. മരണഭയം ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഇന്നത്തെ സംഭവങ്ങൾ ഇവിടെ നടമാടിയിട്ടുള്ളത്. പണിമുടക്കിന്റെ മറവിൽ ഇത്രയധികം ഗുണ്ടാവിളയാട്ടം പടിഞ്ഞാറൻ നടയിലും ഗുരുവായൂർ നടയിലും ഒക്കെ ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. അത് സംഘം ചേർന്നുകൊണ്ട് 50ഓളം വരുന്ന സംഘമാണ് ഇന്ന് ഇത്തരത്തിൽ കടകൾ അടച്ചു തറക്കാനും മറ്റുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അത് സൂചിപ്പിക്കുന്നത് ഇവർക്ക് വേണ്ടതായിട്ടുള്ള സംരക്ഷണം ഒരുക്കുവാൻ അമ്പലത്തിനകത്തും പുറത്തുമുണ്ട് ആളുകൾ എന്നുള്ളത് തന്നെയാണ്. ഇതിന് പൂർണ്ണ പിന്തുണ ഇവിടുത്തെ ഭരണകൂടം നൽകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ പെരുമാറുന്നത്. ദേവസ്വവും ഉത്തരം പറയണം. ഭക്തജനങ്ങളെ ഇങ്ങനെ വലയിക്കാൻ അവർക്ക് ആരാണ് അച്ചാരം കൊടുത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ ഇത്തരം സംഭവങ്ങൾ തങ്ങളുടെ പരിസരത്ത് നടക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അവരുടെ സ്വന്തം സ്ഥലങ്ങളെങ്കിലും അടച്ചുപൂട്ടാതെ ജനങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങൾ അവിടെ നിന്ന് ലഭ്യമാകുന്നു എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കാത്തത്? പടിഞ്ഞാറ് നടയിലും കിഴക്കേ നടയിലും നാളിതുവരെ ഗുണ്ടാവിളയാട്ടമൊന്നും ഇവിടത്തെയുള്ള ആളുകൾ അനുവദിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടി. പക്ഷേ ഭക്തരെ വലക്കാനുള്ള ഇവരുടെ ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നടക്കുന്നു. അതിന് കൃത്യമായിട്ട് തടയിടാനായിട്ട് ഞങ്ങൾ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള അലംഭാവവുമായിട്ട് ദേവസ്വവും പോലീസും മുന്നോട്ട് പോകുകയാണെങ്കിൽ ഭക്തരുടെ സംരക്ഷണം ഉറപ്പാക്കാനും ഇവിടുത്തെ പ്രദേശവാസികളുടെ സംരക്ഷണം ഉറപ്പാക്കാനും ഞങ്ങൾക്കും ചിലത് ചെയ്യേണ്ടി വരുമെന്നുകൂടി സൂചിപ്പിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഹർത്താലുകൾ ഉണ്ടാകുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തെയും പരിസര പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളെയും ഒഴിവാക്കുമായിരുന്നു. എന്നാൽ കരുതിക്കൂട്ടി നടത്തിയ ആക്രമണത്തിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ഹർത്താലിന്റെ മറവിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ജനം, തൃശൂർ.